പിന്നെ പുതിയ പ്രൊമോ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ പഴയ മത്സരാർത്ഥികളെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മുടെ അപ്പാനി ശരത്ത് വരുന്നുണ്ട്, സരികയും ശാരികയും വരുന്നുണ്ട്, മുൻഷി വരുന്നുണ്ട്, ബിൻസി വരുന്നുണ്ട്, ശൈത്യം വരുന്നുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം വരുന്നത് നമ്മുടെ രണ ഫാത്തിമ വരുന്നുണ്ട്, പ്രവീൺ വരുന്നുണ്ട്, അതുപോലെ ജിഷിൻ വരുന്നുണ്ട്, അഭിലാഷും വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ വന്ന് പൊട്ടിക്കുന്നതെന്ന് അറിഞ്ഞില്ല. എന്തായാലും വരുന്നവരെല്ലാം കാര്യമായിട്ട് അനുമോൾക്ക് ഇത് പൊട്ടിക്കുന്നുണ്ട്. അപ്പം വന്ന സ്ത്രീജനങ്ങളാണ് പ്രധാനമായിട്ട് അനുമോളെ ഇട്ട് പൊട്ടിക്കുന്നത്. അനുമോൾക്കിട്ട് പണിയുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ പുതിയതായിട്ട് വരുന്നു. ഇനി ജിഷിൻ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. കാരണം അനുമോളെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയിൽ ഒരാളും ജിഷിനാണ്. പിന്നെ പ്രവീണിന്റെ കാര്യം അറിയത്തില്ല. പ്രവീണൊക്കെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. പുറത്ത് ഉണ്ടായിരുന്ന ഇവരെല്ലാവരും ഒരു പകയായിട്ട് വന്നിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം മാക്സിമം അനുമോളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാവോ അതേ രീതിയിലൊക്കെ ഉപദ്രവിക്കാനായിട്ട് ഇവരെല്ലാം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് അനുമോളെ പൊതുവെ ബിഗ് ബോസ് സീസൺ 7 കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അനുമോള് തന്നെയാണ് കാരണം. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ആരുമില്ല കാരണം. അനുമോളുടെ ചീപ്പ് കണ്ടന്റുകളാണ് എങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റുകളാണെങ്കിലും അനുമോള് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 കൊണ്ടുപോയതെന്ന് തന്നെ പറയണം. മനസ്സിലായോ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയവരെല്ലാവർക്കും ഒരേ രീതിയിൽ പകയുണ്ട് അനുമോളോട്. അനുമോളോട് എന്ത് കപ്പ് കിട്ടുന്നത് അനുമോൾക്കാണെന്ന് പുറത്തുനിന്ന് വന്നവർക്ക് നല്ലതുപോലെ അറിയാം. അതിന്റെ ഒരു പ്രതിഷേധമാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു കുശുമ്പാണോ എന്നറിഞ്ഞില്ല. അകത്ത് വന്നിട്ട് കാര്യമായിട്ട് എല്ലാവരും അനുമോൾക്കിട്ട് പണിയുന്നുണ്ട്. പക്ഷെ അനുമോള് വെറുതെ നിന്നേച്ചാൽ അനുമോൾക്ക് നല്ല വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് അനുമോൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോൾ അവിടെ സൈലന്റ് ആയിട്ട് നിന്ന് കൊടുത്താൽ മതി. പുറത്ത് നല്ല സപ്പോർട്ടാണ് ഇപ്പം വരാൻ പോകുന്നത്.